നമ്മുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഉണ്ടായ സമയത്തെയാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നോടൊപ്പം ഉണ്ടായിട്ടുള്ളത്, ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ മരണപ്പെട്ടു പോയി. അപ്പോൾ അവരെ ഓർമ്മക്കായി ശരിക്കും പറഞ്ഞാൽ കൊണ്ടാമ്പുള്ളി ചാരിറ്റബിൾ ട്രസ്റ്റ്, എൻ്റെ ഒരു വീട്ടുപേരിൽ ട്രസ്റ്റ് അങ്ങനെ തന്നെ രൂപീകരിച്ചുകൊണ്ട് പല രീതിയിൽ പല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി നമുക്കൊരു ചെറിയ ആയുസുള്ളൂ, നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നല്ലൊരു പങ്ക് ആവക കാര്യങ്ങളിലേക്ക് നീക്കി വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ബിസിനസ്സുകാർ ശരിക്കും തുറന്നു പറയാത്താണ്, സക്സസ് ആണ് എന്ന് പറയലാണ്. പക്ഷെ എൻ്റെ രീതി അതല്ല. ഏതാണോ നെഗറ്റീവ്, ഏതാണോ പോസിറ്റീവ്, ആ പോസിറ്റീവിനെ തന്നെ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഈ ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ പോരാ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം നമുക്കൊരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കമ്മിറ്റും കൂടിയാണ്, നമ്മളൊരു സർവീസാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ അഹങ്കാരത്തിനൊന്നും കുറവില്ല. ഇതേപോലുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് 2 കൈയും 2 കാലും ഉണ്ട്, ചെവി കേൾക്കുക, കണ്ണ് കാണാം, എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ടും നമ്മളിന്ന് വെട്ടിയും കുത്തിയും പല രീതിയിൽ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പലതും നമ്മ ത്യജിച്ചുകൊണ്ട്, പലതിനെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് വെട്ടിപ്പിടിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. വ്യത്യസ്തമായി ഒരു ബിസിനസ്സുകാർ ആഗ്രഹിക്കുന്നത് ലോകമെമ്പാടും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനൊക്കെ നമ്മളെ റോൾ മോഡലായിട്ടുള്ള നമ്മളെ പ്രിയങ്കനായിട്ടൊരു യൂസഫ് അലി സാഹിബൊക്കെയാണ്. അതായത് ലോകത്തിലെല്ലാം ഇപ്പോൾ അതിൻ്റെ ഒരു അംശം പോലും ഞങ്ങളില്ലാട്ട, അഹങ്കാരം ഇല്ലാതെ തന്നെ പറയാണ്. അത് വേറെ രീതി ഇത്. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം പറയണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടണം നിർബന്ധം. അതോടൊപ്പം നമ്മൾ എവിടെയാണ് ചെയ്യുന്നത് അവർക്ക്, ആ നാട്ടുകാർക്ക് അതൊരു സർവീസ് കൂടിയാണ്. താനൂരൊരു പരിപാടി ഉണ്ടായിരുന്നു, ഭിന്നശേഷികളുടെ വിവാഹം. അത് നമ്മളിപ്പോൾ ഒരു തണൽ ഫൗണ്ടേഷൻ്റെ ഒരു കൂട്ടത്തിൽ ഞാനും കൂടി ചേർന്ന് അതിൻ്റെ ജോയിൻ ഇതായിട്ട് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ കൂടിയുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ മാസം ഇതേമാതിരി തന്നെ ഭിന്നശേഷിക്കാർ, ഇപ്പോൾ ആരും പ്രത്യേകിച്ച് ചെയ്യാത്തൊരു കാര്യമാണ്. ആദ്യം ഗൾഫ് രാജ്യങ്ങളിൽ തുടങ്ങി, പിന്നീട് ഈ യുകെയിലേക്ക് യുഎസിലേക്കൊക്കെ പോകുമ്പോൾ കൾച്ചറൽ ഡിഫറൻസ് വരുന്നുണ്ട്, റൂൾസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ് വ്യാപിപ്പിക്കുമ്പോൾ ഓരോ നാട്ടിലും അതിനെ വളർത്തിക്കൊണ്ടിരുന്നതൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, ഞങ്ങൾ ഇപ്പോൾ കൊറോണക്ക് മുമ്പ് ഞങ്ങൾ ആദ്യം ജോർജിയയിൽ തുടങ്ങി. ജോർജിയ നല്ലൊരു ടൂറിസ്റ്റ് ഉള്ളൊരു സ്ഥലമാണ്, ടൂറിസ്റ്റുകൾ അധികം വരുന്നൊരു സ്ഥലമാണ്. അതായത് യൂറോപ്പിൽ പെട്ടതല്ല, സെപ്പറേറ്റ് രാജ്യമാണ്, റഷ്യയിൽ നിന്ന് വേർപെട്ടിട്ടുള്ള രാജ്യമാണ്. പക്ഷേ ഒരു യൂറോപ്പ് ട്രിപ്പ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ബഡ്ജറ്റ്ലി പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് ജോർജിയ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്ത്, അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ദാലിയ ഗ്രൂപ്പിൻ്റെ അടുത്ത് മിസ്റ്റർ നൗഷാദും മുനീറും കൂടിയാണ് ഞങ്ങളവിടെ തുടങ്ങിയത്. അത് കൊറോണയുടെ സമയം വരെ അതവിടെ ഓടിച്ചുകൊണ്ടിരുന്നു, തെറ്റില്ലാതെ പോയിക്കൊണ്ടിരുന്നു. കൊറോണക്ക പ്രതിസന്ധി വന്നപ്പോൾ ഒക്കെ ലീസിലാണല്ലോ, വാടകയൊക്കെ കൊടുക്കാൻ പറ്റാതെ അത് നഷ്ടപ്പെട്ടു. അതിപ്പോൾ ജോർജിയ ഇല്ല. അതിന് ശേഷമാണ് പിന്നെ മാൾട്ട, അങ്ങനെയുള്ള യൂറോപ്പ് സ്ഥലങ്ങളിലും UK പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. ഇപ്പോൾ വ്യത്യസ്തമായി ഒരു ബിസിനസ്സുകാർ ആഗ്രഹിക്കുന്നത് ലോകമെമ്പാടും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനൊക്കെ നമ്മളെ റോൾ മോഡലായിട്ടുള്ള നമ്മളെ പ്രിയങ്കനായിട്ടൊരു യൂസഫ് അലി സാഹിബൊക്കെയാണ്. അതായത് ലോകത്തിലെല്ലാം ഇപ്പോൾ അതിൻ്റെ ഒരു അംശം പോലും ഞങ്ങളില്ലാട്ട, അഹങ്കാരം ഇല്ലാതെ തന്നെ പറയാണ്. അത് വേറെ രീതി ഇത്. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം പറയണം, എക്സ്റ്റാബ്ലിഷ് ആവുക, എല്ലാ സ്ഥലങ്ങളിലേക്കും പടർന്ന് പന്തലിക്കുക, ലോകമൊട്ടാകെ ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടെയൊക്കെ അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറുക, ഒരു ഫാം അങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് പറയുമ്പോഴും നമ്മുടെ അടിത്തറ തന്നിട്ടുള്ള കുവൈറ്റ്, അവിടെ ഉള്ളൊരു പ്രോഫിറ്റ് ബേസും അവിടെ ഉള്ള ഒരു നിയമ, നമുക്ക് ഏതൊരു സ്ഥലത്തെ ഉണ്ടല്ലോ, ഇപ്പോൾ UK ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ രീതിയിലുള്ള നിയമങ്ങളൊക്കെയാണ്. പക്ഷെ കുവൈറ്റിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള, അതിന് ആ രാജ്യത്തിന് ബിഗ് സല്യൂട്ട്, ഭരണാധികാരികൾക്ക് ബിഗ് സല്യൂട്ട്, വളരെ നന്ദിയോടെ. ഒരുപാട് ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകളും ഒത്താതെ പോയ ആളുകളും കുവൈറ്റിൽ ഒരുപാടുണ്ട് കേട്ടോ. അതുണ്ടെങ്കിലും വിസ്മരിക്കാൻ പറ്റാത്തൊരു ബിസിനസ് എന്നുള്ള നിലക്ക് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അതേമാതിരി ഇപ്പോൾ ജോർജിയ ചെയ്തു, യൂറോപ്പിലും UK പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും ഒമാനിൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും കുവൈറ്റ് അതൊരു നമ്മളൊരു ഒരു മാതൃബന്ധം എന്ന് പറയുന്ന പോലെ തന്നെ വളരെ, അതായത് ആത്മാർത്ഥമായിട്ട് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു രാജ്യമാണ്. അതിന് ഒന്നും
നമ്മ ഏത് നിലക്ക് അവിടുത്തെ ആളുകളോടും ജനങ്ങളോടും ഭരണാധികാരികളോടും നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പോൾ 41 വർഷമായിട്ടും നമ്മൾക്ക് അവിടെ വിട്ടു പോരാൻ കഴിയാത്തതും. അതെ. ആ. അത് മറ്റു ഏത് ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോഴും ഒരു ബിസിനസ്സുകാർ ശരിക്കും തുറന്നു പറയാത്താണ്. സക്സസ് ആണ് എന്ന് പറയുമ്പോഴും പറയലാണ്. പക്ഷെ എൻ്റെ രീതി അതല്ല. ഏതാണോ നെഗറ്റീവ് ഏതാണോ പോസിറ്റീവ് ഉം. ആ പോസിറ്റീവിനെ തന്നെ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഉം. ഉം. അതിന് കുവൈറ്റ് പോലുള്ളൊരു സ്ഥലം വളരെ അനുയോജ്യമാണ്. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ പോരാ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം നമുക്കൊരു ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഒരു കമ്മിറ്റും കൂടിയാണ്. ഉം. നമ്മളൊരു സർവീസാണത്. ഒരു ബിസിനസ് നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ലാഭത്തിന് വേണ്ടി തന്നെ ചെയ്യുകയാണ്. ഉം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നാട്ടിൽ 1-2 ഉം. പ്രൊജക്റ്റുകൾ നാട്ടിൽ അതല്ലാതെ തന്നെ അങ്ങ് ദാലിയ ഗ്രൂപ്പിൻ്റെ തന്നെ ഉം. വൺ സിറ്റി പ്രൊജക്റ്റ് ഉണ്ട് കോഴിക്കോട്. ആ. കക്കോടി ഒരു വൺ സിറ്റി പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ നൗഷാദും ഉം. മുനീറും ഒക്കെ ഭാഗവാക്കാണ്. അതോടൊപ്പം ബാംഗ്ലൂർ 2-3 ലാൻഡ് എടുത്തിട്ട് അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ തീർന്നതുണ്ട്. അത് ഇപ്പോൾ ചാലുവായി. അത് ഇതിലേക്ക് വന്ന് റെൻറ്റിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ അതേമാതിരി എറണാകുളം ബേസ് ചെയ്തിട്ട് ലാൻഡ് എടുത്തിട്ടുണ്ട്. ഉം. ഉം. ഏകദേശം ഒരു 4 സ്റ്റാർ ഹോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടുത്തെ നിയമങ്ങളും അതിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഉണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ അത് ഞാൻ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ലാൻഡ് രജിസ്ട്രേഷനൊക്കെ ഒരുപാട് സമയം പിടിക്കും. ഉം. അതിൻ്റെ ഡോക്യുമെൻറ്റും പേപ്പർ വർക്കിനൊക്കെ ഒരുപാട് രസമുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ഞങ്ങൾ അതിന് ശേഷം ഇപ്പോൾ 2-3 ലാൻഡ് എടുത്തു. ഉം. നമുക്ക് 2 മണിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു. അപ്പോൾ 2 മണിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ നമ്മൾ 2 മണിക്ക് അവിടെ എത്തുന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് ഡോക്യുമെൻറ്റേഷനൊക്കെ കഴിയുന്നു. ഒരു 4 മണിയാകുമ്പോൾ നമ്മളെ മൊബൈലിലേക്ക് PDF ആയിട്ട് ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരം വരുന്നു. പിറ്റേ ദിവസം നമുക്ക് ഒറിജിനൽ പോയിട്ട് അവിടെ പോയിട്ട് കളക്ട് ചെയ്യാം. അത്രയും ഫ്ലെക്സിബിൾ അല്ല നമ്മുടെ നാട്ടിൽ. ഉം. പിന്നെ അവിടെ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ചെറിയൊരു ഒരു 5 സെൻറ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ആ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും. ഉം. നമ്മുടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതല്ല. ഇത്ര മീറ്റർ ഇങ്ങോട്ട് വിടണം, ഇത്ര മീറ്റർ ഇങ്ങോട്ട് വിടണം. അതിന് ശേഷം അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെ നമ്മൾ റിയാലിറ്റി നമ്മൾ കണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. അപ്പോൾ പറഞ്ഞു വന്നത് വെച്ചാൽ നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതൊരു സർവീസും കൂടിയാണ്. ഉം. ആ രാജ്യത്തിന് കൊടുക്കുന്ന അവിടെ കൊടുക്കുന്ന ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു ഹൈടെക് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട്. ഉം. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഉള്ള എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയല്ല. ഫുഡിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം. ആ ഒരു കൾച്ചറോട് നമ്മൾ താരപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു ഉച്ച നേരത്ത് ഒരു 2-3 ഗസ്റ്റുകൾ വന്ന് വിചാരിക്കാം. ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള എനിക്കും ഭാര്യയ്ക്കും മക്കൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അല്ലേ? സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബങ്ങളിലും ഉം. അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് സമീപിക്കാൻ പറ്റുന്ന എന്താണ്? ഏതെങ്കിലും അടുത്ത റെസ്റ്റോറൻറ്റ് ഹോട്ടൽ. ഇപ്പോൾ സൊമാറ്റോ അതേമാതിരി പല സംഭവങ്ങളുണ്ട്. അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ജംഗ്ഷനിൽ തന്നെ അതിന് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ ഉം. ഹൈടെക് റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അത് ആ നാടിന് കൊടുക്കുന്ന സേവനം കൂടിയാണ്. ഉം. നല്ല ഭക്ഷണം അതെ. പറഞ്ഞ സമയത്ത് അവരെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും. ഉം. കാരണം അത് അവർക്ക് സർവീസ് കൂടിയാണ്. അപ്പോൾ അതേമാതിരിയുള്ള ഇപ്പോൾ ഞങ്ങൾ വേറൊരു പ്രൊജക്റ്റ് ഒരു മുസ്ലിസ് ഗവൺമെൻറ് തരത്തിലുള്ളൊരു പ്രൊജക്റ്റ് കൂടി ചെയ്യുന്നു. ഗവൺമെൻറ്റിൽ നിന്ന് ലീസിന് സ്ഥലം എടുത്തുകൊണ്ട് ഒരു ബീച്ചിൽ ഒരു 2000-3000 പേർക്ക് ഇരിക്കാവുന്നൊരു കല്യാണ മണ്ഡപം, ഉം. ഉം. അതേമാതിരി ഒരു സ്വിമ്മിംഗ് പൂള്, ഒരു 25 അങ്ങനെ ഹട്ടുകൾ ആളുകൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന അതായത് നമ്മൾ കോവളത്തോ അല്ലെങ്കിൽ മറ്റുള്ള ചെറായി ഇപ്പോൾ ഉം. ഇവിടെ അടുത്ത് പറയുകയാണെങ്കിൽ ചെറായി അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് ടൂറിസം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾക്ക് കുറേ ആളുകൾക്ക് ജോലി, ആ പഞ്ചായത്തിനും ആ മുനിസിപ്പാലിറ്റിക്കൊക്കെ നല്ല വരുമാനം. ഉം. അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട് ഉം. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടണം നിർബന്ധം. അതോടൊപ്പം നമ്മൾ എവിടെയാണ് ചെയ്യുന്നത് അവർക്ക് ആ നാട്ടുകാർക്ക് അതൊരു സർവീസ് കൂടിയാണ്. ഉം. 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 അതെ. ഇപ്പോ ഒരുപാട് കഷ്ടതകളിലൂടെ വന്നിട്ടുള്ളതാണ് ബാല്യം എന്നുള്ളത്. പറഞ്ഞു 10ാം ക്ലാസ്സൊക്കെ ഒന്ന് പഠിക്കാൻ വരെ ഇത്രയും കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാടുകൾ ഇന്ന് ഈ എത്തി നിൽക്കുന്ന ജേർണിയിലും ഇപ്പഴും എന്തൊക്കെ വാല്യൂസാ അന്ന് അത് അനുഭവിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ തീരുമാനം എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്നതെന്ന് തോന്നിയിട്ടുള്ളത്? മെയിനായിട്ട് അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ പുസ്തകം വാങ്ങാൻ ഡ്രസ്സ് വാങ്ങാൻ നിവൃത്തിയില്ലാതെ വന്നൊരവസ്ഥ ഉം. അന്നത്തെ കാലത്താണ് പറഞ്ഞത്. 79 കഥയാണ് ഈ പറഞ്ഞത്. അതെന്നെ മനസ്സിനെ വല്ലാതെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഉയർച്ച വരുമ്പോൾ ഉം. അതിനോട് ചേർന്ന് നിൽക്കാൻ അതിപ്പോൾ
നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മീഡിയയിൽ പറയാൻ പറ്റുമോയെന്നറിയില്ല. അതിൻ്റെ ഒരു ഓർമ്മക്കായി, അതിൻ്റെ ഒരു ഇതിനായി ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസം, ഏറ്റെടുക്കും. സ്കോളർഷിപ്പ് ഉം. ഇപ്പോൾ പല രൂപത്തിൽ അവർക്ക് വേണ്ട ഫീസ് കൊടുക്കുന്നുണ്ട്, അവരുടെ എല്ലാവിധ പഠനോപകരണങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്, ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്ന കുട്ടികളുണ്ട്, ഒരുപാടുണ്ട്. ഇപ്പോൾ എത്രമാത്രം കൊടുക്കുന്നു എന്നുള്ളതൊന്നും ഈ ഒരു വേദിയിൽ പറയേണ്ടതല്ല. അപ്പോൾ ആ ഒരു ഇത് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഏതൊരു, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സീസണാണ്, എല്ലാത്തിനും ഒരു സീസൺ ഉണ്ടല്ലോ. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് കോഴിക്കോട് നമ്മുടെ ചേളാരി യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഒരു വുമൻസ് അസോസിയേഷൻ നടത്തുന്നതായിരുന്നു. ഉം. അതിൽ ചീഫ് ഗസ്റ്റായിരുന്നു. അതിന് അവിടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടേതായിട്ടൊരു ഒരു ടച്ച് ഉണ്ടായിരുന്നു. കാരണം അത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ വന്ന വഴികളിൽ ഇന്നിപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അന്നിപ്പോൾ എൻ്റെ ഉമ്മ അവിടെ പോയി പറഞ്ഞു അങ്ങനെയുള്ള. പക്ഷെ ഇന്നിപ്പോൾ നമ്മളത് പബ്ലിക്കിലൂടെ മീഡിയയിലൂടെ നമ്മൾ പല ഇതിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. ഉം. അപ്പോൾ ഇത് അവർ എന്നെ താനൂരൊരു പരിപാടി ഉണ്ടായിരുന്നു, ഭിന്നശേഷികളുടെ വിവാഹം. ഉം. ഉം. അത് നമ്മളിപ്പോൾ ഒരു തണൽ ഫൗണ്ടേഷൻ്റെ ഒരു കൂട്ടത്തിൽ ഞാനും കൂടി ചേർന്ന് അതിൻ്റെ ഇതായിട്ട് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ കൂടി ഉണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ മാസം ഇതേമാതിരി തന്നെ ഭിന്നശേഷിക്കാർ, ഇപ്പോൾ ആരും പ്രത്യേകിച്ച് ചെയ്യാത്തൊരു കാര്യമാണ്. ഭിന്നശേഷിക്കാർ നമുക്ക് അവരുടെ കുറവുകൾ എന്താണോ, ഈ കാത് കേൾക്കാത്തതാണെങ്കിൽ അതിന് മെഷീൻ സംവിധാനങ്ങളുണ്ട്, അത് മേടിച്ചു കൊടുക്കും. നടക്കാൻ പറ്റാത്ത സ്ട്രെച്ചർ കൊടുക്കും, വീൽ ചെയർ വേണ്ടിയവർക്ക് വീൽ ചെയർ കൊടുക്കും. പക്ഷെ അവർക്കും വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അത് അധികം ആരും പരിഗണിക്കാറില്ല. ഇപ്പോൾ ഈ തണൽമണം ഫൗണ്ടേഷനോട് ചേർന്നുകൊണ്ട് ഞങ്ങളത് വിവാഹം കൂടി നടത്തി കൊടുക്കുന്ന ഒരു കാര്യത്തിലേക്കാണ്. കഴിഞ്ഞ മാസമുള്ള ഇതിൽ 1080 ഭിന്നശേഷി യുവതി-യുവാക്കൾ 20 വയസ്സ് മുതൽ ഏകദേശം 45-50 വയസ്സ് വരെയുള്ള ആളുകൾ, വിവാഹം കഴിക്കാത്ത ആളുകൾ രജിസ്റ്റർ ചെയ്തു. 940 പേരോളം അന്നത്തെ ആ ഫംഗ്ഷന് രാവിലെ വന്നു. അത് രാവിലെ 8 മണി മുതൽ രാത്രി 6 മണി വരെയായിരുന്നു ഫംഗ്ഷൻ. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറ്, ലഞ്ച്, വൈകിട്ടത്തെ സ്നാക്സ്, ചായ, ഇതൊക്കെ കൊടുത്തിട്ടാണ് ഒരാളെയൊന്നും ഒരു അഡ്മിഷൻ ഫീസോ രജിസ്ട്രേഷൻ ഫീസോ ഒന്നും മേടിക്കാതെ അത്രയും പേരെ നമ്മളവിടെ കൊണ്ടുവന്നിട്ട്, ഒറ്റക്കല്ലാട്ടാ, ഇതൊരു തണൽമരം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാരിറ്റി സംഘടനയോട് ഞാനും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതാണത്. അതിൽ നിന്ന് 232 പേരോളം തിരഞ്ഞെടുത്തു. അതായത് പല ജാതിയിൽപ്പെട്ട, പല മതവിഭാഗത്തിൽപ്പെട്ട, പല കാറ്റഗറിയിലുള്ള, അതുപോലെ നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ള, ഇപ്പോഴും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ അഹങ്കാരത്തിനൊന്നും കുറവില്ല. ഇതൊക്കെ ഇതേപോലുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് 2 കൈയും 2 കാലും ഉണ്ട്, ചെവി കേൾക്കുക, കണ്ണ് കാണാം, എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ടും നമ്മളിന്ന് വെട്ടിയും കുത്തിയും പല രീതിയിൽ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പലതും നമ്മ ത്യജിച്ചുകൊണ്ട്, പലതിനെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് വെട്ടിപ്പിടിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഇതുപോലുള്ള കുറവുകളുടെ ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പകുതി നമ്മൾ നന്നാവും. ഞാൻ അങ്ങനെയൊക്കെ നന്നായതാ, തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനൊരു സംവിധാനം നടത്തി, അത് വർഷാവർഷം ഇനിയിപ്പോൾ ഒക്ടോബർ എൻഡിൽ തൃശ്ശൂർ വെച്ചിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യം, അപ്പോൾ അവിടുത്തെ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, കുട്ടികളുടെ കാര്യമുള്ള പറഞ്ഞത്. അവിടെ നിന്നാണ് എൻ്റെ പ്രസംഗം കേട്ടതും, അവിടെ നിന്ന് എൻ്റെ പരിപാടിയിൽ കണ്ട ഒരു ടീമാണ് ഒരു വിധവകളായിട്ടുള്ളൊരു സംഘടനയാണ് വുമൻസ് അസോസിയേഷൻ. അതായത് ഭർത്താക്കന്മാർ മരിച്ച ഡൈവേഴ്സായിട്ടുള്ള ഒരു സംഘടനയാണത്. അവരൊരു ചാരിറ്റി പോലെ പല ആളുകൾക്കും മോട്ടിവേഷനായിട്ടും പല കാര്യങ്ങൾക്കും ചെയ്തു കൊടുക്കുന്നത്. അവർ വിളിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ചേളാരിയിൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് പോകുന്നത്. അവിടെയുള്ള പുസ്തക വിതരണത്തിലും കിറ്റ് വിതരണം, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിനൊക്കെ പ്രചോദനമായിട്ടുള്ളത് നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ. ആ പ്രയാസങ്ങളെ, നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു ഇപ്പോഴും പറയുന്നത്, നമ്മളൊരു 100% ആവശ്യക്കാരുണ്ടെങ്കിൽ 1-2% പേരിലേക്ക് മാത്രമേ നമ്മൾക്ക് എത്താൻ കഴിയുന്നുള്ളൂ. നമുക്കൊരു പരിമിതിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിരുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അപ്പോൾ അവരുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം അവരെ സന്തോഷകരമായിട്ട് നോക്കാൻ കഴിയും. പക്ഷേ 2 പേരും 1994 വാപ്പയും 2002 ഉമ്മയും മരണപ്പെട്ടു പോയി. അപ്പോൾ അവരെ ഓർമ്മക്കായി ഒരുപാട് ആളുകളുടെ ചികിത്സകൾ ഏറ്റെടുത്ത്
അവർ അപ്പം നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഉണ്ടായ സമയത്തെയാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നോടൊപ്പം ഉണ്ടായിട്ടുള്ളത്, ഞങ്ങളോടൊപ്പം ഉം, ഉണ്ടായിട്ടുള്ളത്. ഉം, ഉം. അപ്പോൾ അവർ മരണപ്പെട്ടു പോയി. അപ്പോൾ അവരെ ഓർമ്മക്കായി ശരിക്കും പറഞ്ഞാൽ കൊണ്ടാമ്പുള്ളി ചാരിറ്റബിൾ ട്രസ്റ്റ്, എൻ്റെ ഒരു വീട്ടുപേരിൽ ട്രസ്റ്റ് അങ്ങനെ തന്നെ രൂപീകരിച്ചുകൊണ്ട് പല രീതിയിൽ പല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി നമുക്കൊരു ചെറിയ ആയുസ്സുള്ളൂ. ആയുസ്സിൽ ഇപ്പോൾ ഒരു അതായത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നല്ലൊരു പങ്ക് ആ വക കാര്യങ്ങളിലേക്ക് നീക്കി വെച്ചുകൊണ്ടാണ് മുന്നോട്ട്. ഇപ്പൊ വിദ്യാഭ്യാസം ഒരുപാട് പേരെ സഹായിക്കുന്നത് പറഞ്ഞല്ലോ. 10ാം ക്ലാസ്സിൽ നിർത്തേണ്ടി വന്നതാണ് വിദ്യാഭ്യാസം. ലോകം ഇത്രയും കണ്ടു കഴിഞ്ഞ് പല പല മേഖലകളിലേക്ക് എത്തുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് കുറച്ചുകൂടെ പഠിക്കായിരുന്നു. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽന്ന്? സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ട്. ആയിട്ട് പിള്ളേരോട് പറയുന്നത് പല വേദികളിലും ഉദ്ഘാടന കർമ്മങ്ങൾക്കായിട്ടും പല ഇതിൽ പോകുമ്പോഴും നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസത്തിന് നല്ല മൂല്യമുണ്ട് ഉം. തീർച്ചയായിട്ടും. എല്ലാവരും ആ, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഉം. അപ്പോൾ വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കുക. പക്ഷേ പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അന്ന് 10ാം ക്ലാസ്സിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ ഇവിടെ എത്തൂലായിരുന്നു. അന്നത്തെ പ്രീ ഡിഗ്രിയും അങ്ങനെയൊക്കെ പോയി ഏതെങ്കിലും ഒരു ഒതുങ്ങിയൊരു ജോലിയിലേക്ക് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ് തോറ്റതാണ് വഴിത്തിരിവ്. വഴിത്തിരിവായെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ. പക്ഷെ ആരും ഇതൊരു ഇതായിട്ട് എടുക്കരുത്, പോസിറ്റീവായിട്ട് എടുക്കരുത്, നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം കഥകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെ. അത് വീണ്ടും അടുത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പഠിക്കാത്തത് ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് ഒരു കുറവായിട്ട് തോന്നുന്നുണ്ട്. ഉം. പക്ഷേ എങ്കിലും പഠിക്കാതെ കൊണ്ട് ഞാൻ ഇങ്ങ് വലിയൊരു എത്തിയില്ല നഷ്ടം എന്നുള്ളൊരു ഉണ്ടായി. നഷ്ടം ഉണ്ടായെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മളോടൊപ്പം ജേണിയിൽ നമ്മളോടൊരു ബിസിനസ്സിൻ്റെ യാത്രയിലായിരുന്നാലും വിദ്യാഭ്യാസമുള്ള ആളുകൾ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല. ഉം, ഉം, ഉം. ഇതിപ്പം മക്കള് വലിയ വിദ്യാഭ്യാസമാണ്. ഇപ്പം മൂത്ത മോളാണെങ്കിൽ ഡോക്ടറാണ്. അപ്പൊ അവരോടൊക്കെ എപ്പോഴും കൊടുക്കാറുള്ള ഉപദേശം എന്താണ്? എൻ്റെ മോളെ ഈ ഒരു പരീക്ഷാപനാണ് മൂത്താള്, ഉം. ഡോക്ടർ ഫർഹാന, അവളും ഡോക്ടറാണ്. ഉം. ഭയങ്കര പരീക്ഷയുടെ സമയമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഉള്ള മാതിരി തന്നെ ഉം. പേടി ഭയങ്കര കുറച്ചും കൂടി. ഇളയാൾ അങ്ങനെയല്ല കേട്ടോ, ഫർസാന, ഉം. ഫർഹാന. ഇതിലൂടെ പരാമർശിക്കേണ്ട ഒരു പേരുണ്ട് കേട്ടോ. എൻ്റെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പറയുന്ന പോലെ തന്നെ മാതാപിതാക്കളുടെ ഗുരുത്വം പറയുന്ന പോലെ തന്നെ വേറൊരാളെ പേര് കൂടി പറയാതെ പോകാൻ ഉം. പറ്റില്ല. ഉം. എൻ്റെ 2 മക്കളുടെ ഉമ്മ, പ്രിയപ്പെട്ട സഹധർമ്മിണി താഹിറ. ഉം. കാരണം ഏതൊരാളുടെ പിന്നിലും ഒരു ശക്തി എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഒരു ശക്തി ഉണ്ടാവും. അവർ നല്ലതിനാണെങ്കിലും ചീത്തതിനാണെങ്കിലും ഉണ്ടാകുമെന്ന് പറയും. ഉം. അപ്പം അതിൽ എൻ്റെ പ്രയാസമുള്ള സമയങ്ങളിലാണ് ഞങ്ങൾ ഒന്നായിട്ടുള്ളത്. ആ. 90-ൽ കല്യാണം കഴിഞ്ഞ് 1990-ലാണ് കല്യാണം കഴിഞ്ഞത്. ഓക്കെ. അപ്പോൾ അന്നെന്ന് വെച്ചാൽ പ്രയാസത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. ഒന്നും അവർക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അവരുടേതായിട്ട് ആഗ്രഹങ്ങളോ, അന്ന് ആഗ്രഹങ്ങളും പരിമിതിയാണ് അവർക്കൊക്കെ. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. എങ്കിലും എന്നെ ഒരു വിധത്തിലും പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതെൻ്റെ ജീവിത വിജയത്തിന് ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ തന്നെ സൗഹൃദത്തിന് മുൻതൂക്കം കൊടുത്ത് പറഞ്ഞു. പക്ഷേ ഈ ഒരു പേര് കൂടി എൻ്റെ ജീവിത ഉയർച്ചയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നു. കാരണം ഒരു ആണ് തകരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആരായിരുന്നല്ലോ അവരുടെ ഭാര്യ വിചാരിച്ചാൽ മതി. മനസ്സമാനം കെടുത്തി കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ, പിന്നെ ഒന്നും നേടാൻ കഴിയില്ല, ഉറപ്പാണ് ആ കാര്യം. ഇത് പോസിറ്റീവായിട്ടുള്ള അതായത് പ്രയാസങ്ങളുണ്ടായ സമയത്തും ഇന്നും വളരെ പോസിറ്റീവായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് ഉം. ചാരിറ്റിയിലാണ്. ഉം. ഓക്കെ. ഈ ചാരിറ്റി ചെയ്യാൻ നമുക്ക് കുവൈത്ത് എന്ന് പറഞ്ഞൊരു അടിത്തറ, ഉം. ഒരു തറവാട്, അവിടെ നിന്ന് കിട്ടിയ വരുമാനം, ഉം. ഉം. അതിൽ ബിസിനസ്സിന് കൂടിയിട്ടുള്ള ആളുകൾ, ഇത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ഒരിക്കൽ പോലും ഇതെന്തിന് ചെയ്യുന്നു, എങ്ങനെ, ഒരു എക്സാമ്പിൾ പറയാം, ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആരെങ്കിലും ഒരാൾ കല്യാണം ക്ഷണിച്ചു. അപ്പോൾ നമ്മൾ ഒരു 5000 രൂപ കൊടുക്കുക. നമ്മൾ അവിടെ നിന്ന് ഫോൺ ചെയ്ത് പറയും. പുള്ളിക്കാരത്തി ഓപ്പണായിട്ട് പറയും അവിടെ 5000 പോരാ, 10000. ഇന്ന് വരെ 1 രൂപ കൊടുക്കാൻ പറഞ്ഞു കൊടുത്ത് 1.5 കൊടുക്കണം അല്ലെങ്കിൽ 2 രൂപ കൊടുക്കണം എന്ന് പറയല്ലാതെ ഉം. അതിന് 50 പൈസ എല്ലാവരും ഇപ്പോൾ സാധാരണ നിലക്ക് ഇത് ഉം. കുറക്കാന്നല്ല ശ്രദ്ധിക്കുന്നത്. എല്ലാവരെയും കുറ്റപ്പെടുത്തല്ല, അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ എൻ്റെ ഭാര്യ എങ്ങനെയാ? ഭാര്യ പ്രിയപ്പെട്ട താഹിറ ഇന്ന് വരെ അങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ടായിട്ടില്ല. പലപ്പോഴും എന്നെ ഞാൻ കൊടുക്കുന്നത് അത് പോരാ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരികയല്ലാതെ അത് ജീവിതത്തിന് എൻ്റെ ഉയർച്ചക്ക് അത് വളരെയധികം ഉം. ഉം.
എൻ്റെ ഒരു മൂല്യമുള്ളതാണത്. ഉം. അപ്പോൾ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ മോളുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. 10ാം ക്ലാസ് പരീക്ഷയായി. അപ്പോൾ അങ്ങനെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ "വാപ്പച്ചി പരീക്ഷയാണ്, പ്രാർത്ഥിക്ക്, എനിക്ക് പേടിയാണ്" അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് 121 മാർക്കാണ് കിട്ടിയത്. അതിലും ഒരു മാർക്ക് കുറഞ്ഞാൽ വാപ്പച്ചിക്ക് വിഷമാവും. ഇന്നിപ്പോൾ ഇപ്പോൾ പഠിക്കുമ്പോൾ 121 അങ്ങനെയല്ല, മാർക്ക് A+കളാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ മോളോട് പറഞ്ഞൊരു ഡയലോഗ് അതാണ്. എനിക്ക് 121 മാർക്കാണ് വാപ്പച്ചി കിട്ടിയത്. അതിലും ഒരു മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാപ്പച്ചിനെ വിഷമിക്കും. ഉം. അതിലും ഒരു പൊടി കൂടുതൽ കിട്ടിയാൽ മതി. ഒരു ടെൻഷനും അടിക്കണ്ട. ഉം. ഇവിടെ ഏകദേശം 9 A+ഉം ഒരു Aയും ആയിട്ട് വിജയിച്ചു. ഉം. അപ്പോൾ അങ്ങനെയാണ്. അതിന്നിപ്പോൾ മോള് BDS കഴിഞ്ഞു. ഇപ്പോൾ MDS, ഇപ്പോൾ നീറ്റ് എഴുതി നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വന്നു. ഇനിയിപ്പോൾ ഈ മാസം അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് MDS കൂടിയൊക്കെ എടുക്കണം. ഉം. രണ്ടാമത്തെ ആൾ ഫർസാന. അതും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ബയോസയൻസിൽ +2 പഠിക്കാൻ മിടുക്കിയാണ്. ഫർഹാനെക്കാട്ടിലും കുറച്ചും കൂടി മെച്ചൂറാണ്. ഫർഹാന ഇപ്പം രാത്രിയാണെന്ന് പറഞ്ഞാൽ ഇപ്പം രാത്രിയാണെന്ന് സമ്മതിക്കും തീർച്ചയായിട്ടും. ഫർഹാന അതല്ല, ഇപ്പം രാത്രി അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇന്നത് തന്നെയാണ് എന്ന് തീർത്ത് പറയും. അതൊക്കെ ഒരു അഭിമാനമാണത്, അത് തീർച്ചയായിട്ടും. പിന്നെ ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ മക്കൾ നമ്മൾ കണ്ടുവരുന്നത് സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലായിരുന്നാലും, പണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ അറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ മക്കളുടെ പോക്ക് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു അതെ. ചുറ്റുപാടിലേക്കാണ്. പിന്നെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, ഈ 2 പേരും ഇന്ന് വരെ ഒരു തരത്തിലും ഒരു പ്രയാസവും മാനസികമായിട്ട് പഠനകാലത്തിലായിക്കോട്ടെ, ഒരു സ്വഭാവ ദൂഷ്യത്തിലായിക്കോട്ടെ, അത് വളരെ അഭിമാനകരമായിട്ട് തന്നെ, അതിലേറെ കുറച്ച് അഹങ്കാരത്തോടു കൂടി പറയാൻ പറ്റുന്ന ഉം. ഒരു ഡയലോഗാണത്. കാരണം ഇന്ന് നമ്മൾ കാണുന്നത് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് മക്കളെ നമ്മളെ ചുറ്റും കാണുന്നുണ്ട്. അതിപ്പോഴത്തെ ആ ഒരു എന്താ പറയുക, എന്ത് വൈബാണ്, അങ്ങനെയുള്ളൊരു ആ ജനറേഷൻ്റെ ആ ഒരു വ്യത്യാസമാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രയാസം ഇന്ന് വരെ നമുക്ക് നമ്മളെ മക്കളുണ്ടാക്കിയിട്ടില്ല. അതൊരു അഭിമാനകരമായിട്ടുള്ള, അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഈ ഒരു എനിക്ക് പറയാനുള്ളത്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്താതിരിക്കുക, അവരെ വിഷമിപ്പിക്കാതിരിക്കുക, വല്ല ഉയർച്ചയോടെ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ടെങ്കിലും അത് തരണം ചെയ്തു പോകാൻ വേണ്ടിയിട്ട് മക്കൾക്ക് സാധിക്കും. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ, രാമു കാര്യാട്ട്, അങ്ങനെ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡുകളൊക്കെ എന്താണ് ഇൻസ്പിറേഷനായി മാറുന്നത്? അല്ലെങ്കിൽ ആ പ്രചോദനം എന്താണ് അവാർഡുകൾ തരുന്നത്? അവാർഡുകൾ ഇപ്പോൾ ഞാനിപ്പോൾ കുവൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും, നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ഡേറ്റ് ചോദിക്കലാണ് ആൾക്കാർ. ഓരോ സന്നദ്ധ സംഘടനകൾ, നാട്ടിലുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തിലുള്ളതും പല രീതിയിലുള്ളവരും ഒക്കെ ഇപ്പോൾ അങ്ങനെ ഒരുപാട് അവാർഡുകൾക്ക് അർഹനായിട്ടുണ്ട്. അതിപ്പോൾ ഡോക്ടറേറ്റ് കിട്ടുന്നതിന് മുമ്പും ഒരുപാട് ഉമ്മൻചാണ്ടി നന്മ പുരസ്കാരമൊക്കെ കിട്ടിയത് ഡോക്ടറേറ്റ് കിട്ടുന്നതിനാണ്. അബ്ദുൽ കലാം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് രാമു കാര്യാട്ട് അവാർഡ്, പിന്നെ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ ബഹദൂറിൻ്റെ പേരിലുള്ള നന്മ ചാരിറ്റി പുരസ്കാരം ആദ്യമായിട്ട് അവർ തന്ന എനിക്കാണത്. ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. ഏതൊരു പുരസ്കാരം കിട്ടുമ്പോഴും നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ചുറ്റുമുള്ളവരോട് ചേർന്ന് നിൽക്കാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ഞാനതിൽ കാണുന്നത്. ഒന്നുകൂടി, അതായത് നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക എന്ന് പറയൂല, റെസ്പോൺസിബിലിറ്റി കൂട്ടുകയാണ്. ഓരോ അവാർഡുകളും ജനങ്ങൾ തരുമ്പോഴും നമ്മൾ കുറച്ചുകൂടി എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനും എൻ്റെ വന്ന വഴികൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാനൊക്കെ എനിക്ക് അങ്ങനെയുള്ള ആ വേദികൾ ഉപകാരപ്രദമാവുന്നുണ്ട്. പിന്നെ ഓരോ മൊമെൻറ്റോസും ഓരോ ഇതുകൾ തരുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലയൺസ് ക്ലബിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ ആഴ്ചയിൽ 1 വീതം അങ്ങനെ കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ 1 വീതം തന്നെ വരാനിരിക്കുന്നു. അത് പറയാം. ഒരു രസകരമായിട്ടുള്ള ഇതാണ്. അങ്ങനെ തരുമ്പോഴും ഞാൻ ആ മനോജ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ BT മുരളി എന്ന് പറഞ്ഞൊരു ആളെ ആദരിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സംഘാടകരോട് ഞാൻ മൊമെൻ്റോ എനിക്ക് തന്നിട്ട് പ്രസംഗിക്കാൻ അവസരം തന്നില്ല. തന്നില്ല വെച്ചാൽ അല്ല, ഒരു കൊടുങ്ങല്ലൂർ തിയേറ്റേഴ്സിൻ്റെ ഇതൊരു പരിപാടിയിൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ എടുത്ത്, അപ്പോൾ മൊമെൻ്റോ തന്നു. തിരക്ക് കൊണ്ട്, സമയപരിമിതി കൊണ്ട്, നമ്മൾ സാധാരണ അവർക്ക് നന്ദി വാക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ വേദിയിലേക്ക് വിളിക്കും. അപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്ത്
ഞാൻ വേദിയിലിരിക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ നടത്തിപ്പിക്കാർക്ക് മെസ്സേജ് അയച്ചു, 2 വാക്ക് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റോ അതൊരു ഫലകം അതൊരു ഓക്കെ തന്നെയാണ്. ഉം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ആ കൂടിയിരിക്കുന്ന ആളുകൾ ഞാൻ എന്താണെന്ന് അറിയണം. ഇപ്പോൾ ഒരു ഡോക്ടർ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഡോക്ടർ അബ്ദുള്ള ഹംസാക്ക് അവാർഡ് കൊടുക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ദാലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഉം. ഹംസ കെ അബ്ദുള്ള ഹംസക്ക് ഇത് കൊടുക്കുന്നു. ഇത് ഞാൻ എന്താണെന്ന് അറിഞ്ഞാലല്ലേ ആ വേദിയിൽ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പ്രാർത്ഥനയാണ്. അല്ലാതെ ഒരു മൊമെൻറ്റോ മാത്രം മേടിച്ച് ഉം. ഞാനത് ഷെൽഫിൽ കൊണ്ടുവെക്കുന്നതിൽ അർത്ഥമില്ല. അവിടെ ഉള്ള ആളുകൾ ഇപ്പോൾ ഓരോ പരിപാടിക്കും ഇപ്പോൾ 2000 പേര് കൂടുന്ന പരിപാടിയുണ്ട്, 4000 പേര് കൂടുന്ന പരിപാടിയുണ്ട്, 500 പേര് കൂടുന്ന പരിപാടിയുണ്ട്, 100 പേര് കൂടുന്ന പരിപാടികളുണ്ട്. ഉം. ഇവിടൊക്കെ ആദരിക്കപ്പെടുമ്പോഴും ആ മൊമെൻറ്റോ വാങ്ങി നമുക്ക് നമ്മളെന്താണ് എന്നുള്ളത് ജസ്റ്റ് സ്ക്രീനിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ഉം. ഉം. വിഷ്വൽ കാണിക്കുന്നുണ്ട്. ഡോക്ടറാണ്, ഡോക്ടറേറ്റ് കിട്ടി, ഡോക്ടർ അബ്ദുള്ള ഹംസ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നിട്ട് ദാലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിൻ്റെ ചെയർമാനായി. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു വിഷ്വൽ ആരെ മനസ്സിൽ. പക്ഷേ ഞാൻ 2 വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉം. എന്തെങ്കിലും ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അത് അവരെ ഹൃദയത്തിലേക്ക് ചെല്ലും. ഉം. അവരുടെ പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടത്. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ കർമ്മമണ്ഡലത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് വിഷനുണ്ട് എനിക്ക്. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കണം. അപ്പോൾ ഇത് ഒരു പ്രാർത്ഥന വലിയൊരു ഘടകമാണല്ലോ. അതെ, അതെ. അപ്പോൾ ആളുകളുടെ പ്രാർത്ഥന ഉണ്ടോ, ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെയാണ് ഉം. നമ്മളിപ്പോൾ കൊറോണ വന്നിട്ടും യുദ്ധം വന്നിട്ടും പലവിധ പ്രതിസന്ധികളും പ്രളയം വന്നിട്ടൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കുന്നതും ആളുകളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അതും ഉം. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തീർച്ചയായും. അപ്പോൾ അവാർഡിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജൂൺ 27-ന് നമ്മുടെ അവാർഡ്. പ്രിയങ്കരനായിട്ടുള്ള മലയാളത്തിൻ്റെ മഹാനടൻ ലാലേട്ടനാണ് ഉം. അവാർഡ് തരുന്നത്. ഒരു ബിസിനസ് എക്സലൻസി അവാർഡ്, ഗ്ലോബൽ അവാർഡ് തരുന്നത് UK-യിൽ ലണ്ടനിൽ വെച്ചിട്ട് ഈ ജൂൺ 27-നാണ് തരുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ഇൻ്റർനാഷണൽ ഗാർഷോം അവാർഡ്, ഉം. അത് ആഫ്രിക്കയിലെ ഏതെങ്കിലും കൺട്രിയിൽ വെച്ചിട്ടായിരിക്കും. ഓ. അത് ഓരോ വർഷവും അവരോരോ സ്ഥലം പ്ലേസ് മാറ്റിയാണ് വരിക. അപ്പോൾ എനിക്ക് കിട്ടിയ മെയിൽ പ്രകാരം ആഫ്രിക്കയിലായിരിക്കും. ഉം. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഗാർഷോം അവാർഡിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്, നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉം. സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഡേറ്റും ലൊക്കേഷനും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതിനിടയിലും ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ 21-ാം തീയതി ജൂൺ 21-ാം തീയതി ഉം. അവിടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു അവാർഡ് തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആദരവുകൾ ഇങ്ങനെ തേടിയെത്തുന്നുണ്ട്. അത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ആദരവിൻ്റെ ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ ഇപ്പോൾ വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെക്കാൻ സ്ഥലമില്ല. ആ രീതിയിലേക്ക് ഏകദേശം 95ഓളം അവാർഡുകൾ, മൊമെൻറ്റോകൾ ഇപ്പോൾ ഈ സമീപ കാലങ്ങളിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കുറേ ഇപ്പോൾ വീട്ടിലേക്ക് എത്താൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പല സംഘടനകളും ആദരിക്കപ്പെടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും എന്നെ ഒന്നുകൂടി തിരുത്താനും ഒന്നും കൂടി ശ്രദ്ധിക്കാനും ഉള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്നും കൂടി നമ്മുടെ ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനമാകുന്നു. ഒരുപാട് യുദ്ധത്തിൻ്റെയും പല കഥകളും പല കാലഘട്ടത്തിലെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു. 1985-ൽ കുവൈറ്റിൽ പോകുമ്പോൾ ഉള്ള രീതിയല്ല കുവൈറ്റോ അല്ലെങ്കിൽ പ്രവാസ രാജ്യങ്ങളോ ഒന്നും അങ്ങനെയല്ല. ഇവിടുന്ന് ഒരുപാട് പേര് നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ പുതിയ തലമുറയിൽ ഒരു വലിയ വിഭാഗം പുറത്താണ്. ഗൾഫ് കൺട്രീസ് ആവട്ടെ, UK, US-ലൊക്കെയാണുള്ളത്. അങ്ങനെ പോകുന്ന ചിലർക്കെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പക്ഷേ ഏറ്റവും സ്ട്രഗ്ലിംഗ് സ്റ്റേജിലും അവിടെ പിടിച്ചു നിന്നിട്ടാണ് ഇന്നത്തെ സക്സസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ളവരോട് പറയാനുള്ള ഒരു ഉപദേശം എന്താ? അതല്ലാതെ തന്നെ ഇവിടുന്ന് പോവാൻ ആഗ്രഹിക്കുന്നവരോടും പുറം രാജ്യങ്ങളിൽ എങ്ങനെ നന്നായി ജീവിക്കാം, ജീവിത വിജയം കണ്ടെത്താം എന്നാണ് സാറ് പറയുന്നത്? അത് നമ്മൾക്ക് ഈ 85-ൽ പോയപ്പോഴത്തെ ഉള്ളൊരു കാലഘട്ടമല്ല ഇന്ന്. അന്ന് 85-ൽ പോകുമ്പോൾ നമുക്കൊരു 45-50 ദിവസം പിടിക്കും ഒരു വീട്ടിൽ നിന്നൊരു വിവരം അറിയാൻ. ഒരു ലെറ്റർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 ദിവസം 22 ദിവസം പിടിക്കും അവിടെ കിട്ടാൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ അന്ന് തന്നെ എന്തായിരുന്നാലും ഇത്ര ബുദ്ധിമുട്ട്. പിന്നെ ഈ വരുന്ന ലെറ്ററുകളൊക്കെ കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ മാത്രമാണ്. പക്ഷേ ഇന്നത്തെ തലമുറക്ക് അതല്ല. ഇന്നിപ്പോൾ എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ തൊട്ട് വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, എല്ലാവരെയും കാണുക, കുക്ക് ചെയ്യുമ്പോൾ കാണിക്കുക, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇന്നിപ്പോൾ ഒരു പ്രവാസ ജീവിതം എന്ന് പറയാൻ പറ്റൂല. സംഗതി ദൂരം. പിന്നെ എപ്പോൾ വേണമെങ്കിലും
തിരിച്ച് നമുക്ക് വരാവുന്ന സംവിധാനങ്ങളും ഞാൻ പോകുന്ന സമയത്ത് കേരളത്തിലെ എയർപോർട്ടേ ഇല്ല. ഉം. ബോംബെ പോയിട്ട് തന്നെ വേണം കയറണമെങ്കിൽ. ഉം. പിന്നീടാണ് തിരുവനന്തപുരം എയർപോർട്ട് വന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടമല്ല, ആ മാറ്റം ആ രാജ്യങ്ങളിലും ഒരുപാട് വന്നിട്ടുണ്ട്. ഉം. അറബികൾ ഒരുപാട് മാറി. ഉം. പണ്ടൊക്കെ കാട്ടറബികൾ എന്ന് പറയും. ഉം. ആ ഒരു സംവിധാനം ഇപ്പം ഇല്ല. എല്ലാവരും എഡ്യൂക്കേറ്റഡായി, അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു. ഒരുപാട് നേട്ടങ്ങൾ ആ രാജ്യത്തിൻ്റെ തന്നെ എല്ലാവിധ തലത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നു. അന്നത്തെ മാതിരിയുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നും ഇന്നത്തെ പ്രവാസ ജീവിതത്തിനില്ല. പിന്നെ ഇപ്പോൾ GCCനെ കാട്ടിലും ഗൾഫ് രാജ്യങ്ങളെക്കാട്ടിലും കൂടുതൽ ഇന്ന് പ്രവാസത്തിലേക്ക് പോകുന്നത് യൂറോപ്പ്, UK അതെ. ലാണ്. ഇപ്പോൾ ഒരു ട്രെൻഡാണത്. ഉം. 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 എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എവിടെയാണെങ്കിലും നമ്മ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക. ഏത് രാജ്യത്താണെങ്കിലും ഹാർഡ് വർക്ക് ഇപ്പോൾ എവിടെ പോയാലും ചെയ്യണം. ഇപ്പം നമ്മളെ നാട്ടിലൊരു സ്ഥിരമായിട്ടൊരു പല്ലവി ഉണ്ട്. നാട്ടിൽ വൈറ്റ് കോളറിൽ നടക്കുന്ന ഒരാളും അവിടെ പോയിട്ട് പനമ കയറാനും ഒട്ടകത്തിനെ നോക്കാനും ആടിനെ മേയ്ക്കാനൊക്കെ നിൽക്കും. പക്ഷെ അത് നമ്മളെ നാട്ടിലും ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് എന്തും ഹാർഡ് വർക്ക്, നമുക്ക് എന്താണോ നമ്മളെ ടേസ്റ്റ്, നമുക്ക് എന്താണോ ഇഷ്ടം, നമുക്ക് എന്തിലേക്കാണോ എത്തിപ്പെടുന്നത്, അതിനെ നമ്മുടെ ഒരു പ്രൊഫഷനായിട്ട് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉം. വിജയിക്കാൻ കഴിയും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ എവിടെ ബിസിനസ് ചെയ്യണേ ജോലിയെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതൊരു സാമൂഹ്യ ഒരു പ്രതിബദ്ധതയോടെ ഉം. ഉം. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിക്കാൻ കഴിയും. ഉം. ഇന്നത്തെ സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്തായിരിക്കും? സമൂഹത്തിന് കൊടുക്കാനുള്ളതല്ല, ഞാൻ തന്നെ നെഞ്ചിലേറ്റി ഹൃദയത്തിലേറ്റി മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു പോയിൻ്റ് ഉണ്ട്, ഒരു കണ്ടൻ്റ് ഉണ്ട്. ഞാൻ നേടുന്നതെല്ലാം എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നുള്ള സന്ദേശം നെഞ്ചിലേറ്റിയാണ് എൻ്റെ യാത്ര. ആ യാത്രയിൽ അഹങ്കാരമില്ലാതെ കഴിഞ്ഞതൊന്നും മറക്കാതെ, കാരണം ഇന്നത്തെ സാഹചര്യമാണ്, രോഗം വരുന്നവരെയാണ് നമ്മളെ മനസ്സുകളൊക്കെ മാറുക. ചിലപ്പോൾ പെട്ടെന്ന് ഇതുവരെ ഞാൻ ക്ലിയർ ആയിരുന്നു, നാളെ ചിലപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരാം. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയിലും അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആണ് സാറിൻ്റെ ജേണി. അപ്പം ഇനിയും പുതിയതായി സാറിനെ അറിയുന്ന ആളുകൾക്കും പുതിയ കുട്ടികൾക്കും ഒക്കെ അങ്ങനെ തന്നെ ആവട്ടെ. ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. സന്തോഷം.